പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യതിരുനാമം ഈ പ്രഭാതത്തിൽ മഹിമപ്പെടുമാറാകട്ടെ. അത്യുന്നതനായ ദൈവത്തിൻ്റെ പാദപീഠത്തിലേക്ക്, കൃപാസനത്തിനടുത്തേക്ക് ഈ പ്രഭാതത്തിൽ ആയുസ്സോടെ, ആരോഗ്യത്തോടെ, ബലത്തോടെ എഴുന്നേറ്റ് കടന്നു വരുവാൻ, കരുണ ലഭിക്കുന്ന ഇടത്തേക്ക് കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം ആയുസ്സും ആരോഗ്യവും തന്നതോർത്ത്, ബലം തന്നതോർത്ത്, കൃപ തന്നതോർത്ത് സർവശക്തനായ ദൈവത്തിന് സകല മാനവും മഹത്വവും അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വേദവചന ധ്യാന ചിന്തയിലേക്ക് കടക്കുമ്പോൾ സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം 28-ാമത്തെ അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം, 13-ാമത്തെ വാക്യം, പ്രോവർബ്സ് ചാപ്റ്റർ 28 വേഴ്സ് 13. തൻ്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല, അവയെ ഏറ്റുപറഞ്ഞുപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. ഹല്ലേലൂയ. ഈ വചനം ഹൃദയത്തിനകത്ത്, നമ്മുടെ അന്തരംഗത്തിലേക്ക് സ്പർശിക്കുന്ന വചനമാണ്. തൻ്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല, അവയെ ഏറ്റുപറഞ്ഞുപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. എപ്പോഴും സാധാരണ ഉപയോഗിക്കുന്ന പോലെ ഒരനുഗ്രഹത്തിൻ്റെ അല്ലെങ്കിൽ ഒരു നന്മ വരുന്ന ഒരു മെസ്സേജ് അല്ല, പക്ഷെ അങ്ങനെ തന്നെയാണ്. കാരണം ഇതിൻ്റെ അകത്ത് പറയുന്നത് ശുഭം വരികയും കരുണ ലഭിക്കുകയും ചെയ്യുന്ന, തൻ്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല, ഏറ്റുപറഞ്ഞോ ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. അപ്പോൾ പോസിറ്റീവായിട്ട് ചിന്തിക്കാം. ശുഭം വരണമെങ്കിൽ എന്തു ചെയ്യണം? ശുഭം വരിക എന്ന് പറഞ്ഞാൽ നല്ല സ്വസ്ഥത, നല്ലത് വരണമെങ്കിൽ, ഒരു കാര്യത്തിന് ഇറങ്ങുമ്പം അത് ശുഭപ്പെടണമെങ്കിൽ, അത് സാധിക്കണമെങ്കിൽ, ഒരു കാര്യം ചെയ്യുമ്പോൾ അത് നന്നായി വരണമെങ്കിൽ, ഒരു എക്സാം എഴുതിയാൽ പാസ്സാകണമെങ്കിൽ, ഒരു വഴിക്ക് പോകുമ്പോൾ പോകുന്ന കാര്യം സാധിക്കണമെങ്കിൽ, ശുഭം വരണമെങ്കിൽ എന്തു ചെയ്യണം? അതാണ് ഇതിനകത്തെ ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ വാക്യം പറയുന്നത് തൻ്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നൊരു ശുഭം വരികയില്ല, ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്ന ഒരു കരുണ ലഭിക്കും. രണ്ട് പദവും ഇതിനകത്തുണ്ട്. ഒന്ന് മറയ്ക്കരുത്, രണ്ട് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കണം. അപ്പൊ ഇതിനകത്തൊരു കാര്യമുണ്ട്. മനുഷ്യന്റെ ഹൃദയം ദോഷമുള്ളതാ, ലംഘനമുണ്ടാകും, അല്ലെങ്കിൽ പാപം ഉണ്ടാകും, ചിന്തയുണ്ടാകും. പക്ഷേ അത് ബോധപൂർവമായിട്ട് ചെയ്യുന്നത് ഒന്നാമത്തെ പാപം. രണ്ട്, അതിന് ശിക്ഷ വരാതിരിക്കില്ല. രണ്ട്, അത് വന്നു പോയാൽ അല്ലെങ്കിൽ ചെയ്തു പോയാൽ അതിനെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്ന ഒരു അനുതാപ ഹൃദയം, അല്ലെങ്കിൽ മാനസാന്തരം, അല്ലെങ്കിൽ ഒന്ന് തിരിഞ്ഞു ചിന്തിക്കുന്ന ഒരു ഹൃദയം, വേദനപ്പെടുന്ന ഹൃദയം ഉണ്ടാകണം. അതാണ് ഈ വാക്യത്തിൽ, സദൃശ്യവാക്യത്തിൽ നമ്മളോട് ഓർപ്പിക്കുന്നത്. അതാരായിരുന്നാലും ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് വരെ പഠിക്കുമ്പോൾ മറച്ചു വെച്ചതും ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നതും നമുക്ക് കാണാൻ കഴിയും. തുടക്കത്തിൽ തന്നെ കാണാം ആദാഹവ്വമാര് അത് മറച്ചു വയ്ക്കുന്നു, പക്ഷെ ദൈവം കണ്ടുപിടിക്കുന്നു. രണ്ട്, നമുക്ക് കാണാം കയീൻ ഒരു പാപം ചെയ്തിട്ട് അത് മറച്ചു വെച്ചു. അവന്റെ സഹോദരനെ കൊന്ന് മണ്ണിനകത്ത് പൂഴ്ത്തിയിട്ട് അതേ കൊന്നു കളഞ്ഞിട്ട് ഒന്നും അറിയാത്തവനെ പോലെ വന്നിരിക്കുന്ന മറച്ചു വെക്കുന്ന ഒരുവൻ. ദൈവം അവനോട് ചോദിക്കുമ്പോൾ, ഞാൻ എൻ്റെ സഹോദരന്റെ കാവൽക്കാരനോ? ഒരു ലംഘനം ചെയ്തിട്ട് അല്ലെങ്കിൽ കൊലപാതകം ചെയ്തിട്ട് മറച്ചു വെക്കുന്നു ഒരുവനെ കാണാം. പിന്നിങ്ങോട്ട് മുന്നോട്ട് വരുമ്പോൾ നമുക്ക് പലയിടങ്ങളിൽ കാണാം ലംഘനം ചെയ്തിട്ട് മറച്ചു വെക്കുന്നത്. ഏറ്റവും നല്ല ഉദാഹരണം പറയാം. ഒരിക്കല് ഇസ്രായേൽ പാളയത്തിന് നടുവിൽ മോശയുടെ മരണശേഷം യോശുവ ആ നേതൃത്വം, ലീഡർഷിപ്പ് ഏറ്റെടുത്ത് കഴിഞ്ഞിട്ട് മുന്നോട്ട് പോകുന്ന വഴിയിൽ ആഖാൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, ഈ മനുഷ്യൻ ആദ്യ പട്ടണമായ യെരിഹോ പട്ടണം പിടിച്ചെടുത്ത് അതിന്റെ 7-ാം പ്രാവശ്യം നടന്ന് മതിലിടിഞ്ഞു വീട് ആ പട്ടണം പിടിച്ചെടുത്ത് തീ വെച്ച് ചുട്ട് എല്ലാം കഴിഞ്ഞിട്ട് ആരും ഒന്നും എടുക്കരുതെന്ന് പറഞ്ഞ് 2-ാം പട്ടണം പിടിക്കാൻ പോവുക. ഹായി പട്ടണം. ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണമേ. ഹായി പട്ടണം പിടിക്കാൻ പോകുമ്പോൾ ഹായി എന്ന് പറയുന്ന പട്ടണം, അതിന് മുൻപില് ചെറിയ പട്ടണമാണെങ്കിലും, യെരിഹോയേക്കാളും ചെറുതാണെങ്കിലും, ഈ പട്ടണത്തിന് മുമ്പില് ജനം പരാജയപ്പെട്ടു. വാഗ്ദത്തം പ്രാപിച്ച ജനമല്ലേ? അതെ, വാഗ്ദത്തമില്ലേ ദൈവം വിജയം തരുമെന്നുണ്ട്. എന്നിട്ടും എന്ത് പറ്റി പരാജയപ്പെട്ടത് അറിയില്ല. പരാജയ കാരണം എന്തെന്നറിയില്ല. ജനമെല്ലാം പരാജയപ്പെട്ട് തോറ്റ പല വഴിയായി ചിതറി വന്ന് പാളയത്തിനകത്ത് വന്ന് ആരോ പാപം ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇവിടുത്തെ ഭാഷയിൽ പറഞ്ഞാൽ ലംഘനം ചെയ്തിരിക്കുന്നു. പക്ഷേ അത് മറയപ്പെട്ടിരിക്കുന്നു, അത് മറച്ചു വെച്ചിരിക്കുന്നു. ലംഘനം ചെയ്തിട്ട് മറച്ചു വെച്ചിരിക്കുന്നു. അവിടെ ചീട്ട് ഒരുവന്റെ മേൽ വീണു. ആ മനുഷ്യന്റെ പേരാണ് ആഖാൻ. അവിടെ ഒരു താഴ്വരയുണ്ട്, അതിന്റെ പേര് ആക്കോർ താഴ്വര.
ആൾക്കാരോട് ചോദിച്ചു, നീ എന്താ ചെയ്തത്? അവിടെയാണ് ഒരു ലംഘനത്തിന്റെ ഒളിപ്പീര്, ഒരു ലംഘനത്തിന്റെ മറവ്. അവൻ പറഞ്ഞു, ഞാൻ ചില സാധനങ്ങൾ, സ്വർണ്ണക്കട്ടികളെടുത്ത്, ഉടുപ്പെടുത്ത്, വിശേഷമായത് കണ്ടു, എടുത്തു, അത് മാറ്റിവെച്ചിട്ട് കൂടാരത്തിൽ ഞാൻ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു, കുഴിച്ചിട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. ഇവിടെ ലംഘനം മറച്ചു വെച്ച അവനോട് തിരിച്ചുള്ള ഈ വാക്ക് അന്വർത്ഥമായിട്ട് പറയട്ടെ, അവന് ശുഭം വരികയില്ല. യോശുവ അവനെ പിടിച്ചൊരു താഴ്വരയിൽ കൊണ്ടുപോയി അവനെ കല്ലെറിഞ്ഞു കൊന്നു. ഏത് കാര്യത്തിന് വേണ്ടി അവൻ മറച്ചു വെച്ചോ, ആ ലംഘനം മറച്ചവന് ശുഭം വന്നില്ല. അവൻ മുഖാന്തരമായി ഒരു ദേശം പരാജയപ്പെട്ടു, അല്ലെങ്കിൽ ഒരു ജനം മുഴുവൻ പരാജയപ്പെട്ടു. ജനത്തിൽ അനേകം പേർ പട്ടുപോയി. ഒരുവന്റെ ലംഘനം മുഖാന്തരമായി ലംഘനം ചെയ്തവനോ അവന് ശുഭം വന്നില്ല. ആക്കോർ താഴ്വരയിൽ അവനെ കൊണ്ട് കല്ലെറിഞ്ഞു കൊന്നു കളഞ്ഞു. ഹല്ലേലൂയ. ഈ വചനം ഹൃദയത്തിനകത്തൊന്ന് പതിയണമേ പ്രിയരെ. എല്ലാ വചനവും പോലെയല്ല. ഒരു പ്രാർത്ഥിക്കാൻ ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ, കാൽവരി ക്രൂശിന്റെ അടുത്തേക്ക് വരുമ്പോൾ, ചില വാഗ്ദത്തങ്ങൾ നടക്കുന്നില്ലെങ്കിൽ, ചില നിനക്ക് ലഭിച്ച ചില വാഗ്ദത്തങ്ങൾ നിവർത്തിയാകുന്നില്ലെങ്കിൽ, ചില കാര്യങ്ങൾ കരകിട്ട് ശുഭം വരുന്നില്ലെങ്കിൽ, ഇന്ന് ഈ രാത്രിയിൽ ഒന്ന് ചിന്തിക്കണം. അല്ലെങ്കിൽ ഈ പകൽ ഈ സന്ദേശം കേൾക്കുന്ന സാഹചര്യത്തിൽ ദൈവകുഞ്ഞെ നീ ഒന്ന് ചിന്തിക്കണം. ലംഘനങ്ങൾ മറയ്ക്കുന്നവന് അത് ശുഭമാകത്തില്ല, അഴിയാത്ര ശുഭമാകത്തില്ല, നിന്റെ വാഗ്ദത്തം ശുഭമാവുകയില്ല. ഹല്ലേലൂയ. എന്നാൽ അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നതിന് കരം ലഭിക്കും. ഒരു തരത്തിൽ പറഞ്ഞ ശൗലും ദാവീദും. ശൗല് അമാലേക്കിന്റെ അടുത്ത് നിന്ന് കാളയെയും നല്ല ആട്ടുകൊറ്റന്മാരെയും നല്ല തടിച്ചതിനെയും കൊഴുത്തിനെയും മാറ്റി അതെടുത്ത് മറച്ചു വെച്ചു. വന്ന് ചോദിച്ചു ശമൂവേൽ പ്രവാചകൻ, എന്താ ഈ കാളയുടെ മുക്ര കേൾക്കുന്നത്? അത് പറഞ്ഞു, ജനം യാഗം കഴിക്കാൻ കൊണ്ടുവന്നിരിക്കുന്ന ഒരു മറവ്, ഒരു ഹൈഡിങ്, അതിൻ്റെ ഒരു ന്യായീകരണം കൂടെ. ആ ഹൈഡിങ് അവിടെ ശൗൽ രാജാവ് പറയേണ്ടിരുന്നത്, അയ്യോ എനിക്ക് തെറ്റിപ്പോയി അല്ല, പ്രവാചകനോട് വന്നിട്ട് ശമൂവേലിനോട് പറയുക, ജനം യാഗം കഴിക്കാൻ ഒരു മറവോ പാപം ചെയ്തത് മാത്രമല്ല, അതിനൊരു ന്യായീകരണം കൂടെ. അവിടെ ഒരു വചനം എഴുതിയിട്ടുണ്ട്, ഇതാ അനുസരിക്കുന്നത് യാഗത്തെക്കാൾ, ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാൾ നല്ലത്. മത്സരം ആഭിചാര ദോഷം പോലെയും ശാഠ്യം മിഥ്യാപൂജ പോലെയും. അവിടെ നിന്ന് ശൗലിന് ഒരു വാഗ്ദത്തം, അതേ വാഗ്ദത്തം പ്രാപിച്ച അഭിഷേക തൈലപീഠ രാജസ്ഥാനത്ത് കയറി ഇരുന്നവന്റെ സിംഹാസനം ഇളക്കിക്കളഞ്ഞു. ലംഘനം മറക്കുന്നവന് ശുഭം വരികയില്ല. എന്നാൽ ഒന്ന് തട്ടിച്ചു നോക്കിയാൽ ശൗലിനേക്കാൾ വലിയ പാപം ചെയ്ത ഒരുവനാണ് ദാവീദ്. തൻ്റെ പടനായകയിൽ ഒരുവന്റെ ഭാര്യയെ തൻ്റെ കൊട്ടാരത്തിനകത്ത് കൊണ്ടുവന്ന് അവളോട് കൂടെ ശയിച്ചത് മാത്രമല്ല, അടുത്തത് ഊര്യാവെന്ന് പറയുന്ന തൻ്റെ പടയാളികളിൽ ഒരുവനെ കാരണം കൂടാതെ കുല ചെയ്യുകയും കൂടെ ചെയ്തു. നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ന്യായപ്രമാണത്തിന്റെ 2 പ്രമാണങ്ങൾ ഒരുപോലെ തെറ്റിച്ച് ഒന്നും അറിയാത്തവനെ പോലെ നടന്ന അവന്റെ മുൻപിലേക്ക് നാദാ പ്രവാചകൻ വന്ന് ചോദിക്കുമ്പോ, അയ്യോ മനുഷ്യൻ ഞാനാണെന്ന് പറഞ്ഞ് തെറ്റിപ്പോയപ്പോ അദ്ദേഹത്തിന്റെ അകം ചുട്ടുപഴുത്ത്, മനസാക്ഷി ചുട്ടുപഴുത്ത് ആ മനുഷ്യൻ മരിക്കണമെന്ന് പറഞ്ഞിട്ട് തിരിച്ചു പറയുക, അയ്യോ ഞാൻ തെറ്റിപ്പോയി ദൈവമേ എന്ന് നിലവിളിക്കുന്നത് കണ്ടോ? ഇവിടെ 2 കാര്യം. ലംഘനം മറക്കുന്നവന് ശുഭം വരികയില്ല, ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് കരം ലഭിക്കും. ആദ്യത്തേതില് ശൗലെന്ന് പറയുന്ന മനുഷ്യനുണ്ടല്ലോ, ശൗലെന്ന് പറയുന്ന മനുഷ്യൻ പറയുക, നിന്റെ ജനം യാഗമർപ്പിക്കാൻ കൊണ്ടുവന്നേക്കുന്നു എന്ന് പറഞ്ഞ് ന്യായീകരിക്കുമ്പോ, രണ്ടാമത് അയ്യോ ഞാൻ തെറ്റിപ്പോയി, യഹോവയുടെ കൈ എനിക്ക് ഭാരമാണെന്ന് പറഞ്ഞ് സമർപ്പിക്കപ്പെടുന്ന നിലവിളിക്കുന്ന 51-ാം സങ്കീർത്തനത്തെ പറയുന്ന പോലെ, നിന്റെ ആത്മാവിനെ എന്നിൽ നിന്ന് എടുക്കരുത് എന്ന് പറഞ്ഞ് കരഞ്ഞ് നിലവിളിക്കുന്ന നിലത്തു വീണ ദാവീദിനോട് ദൈവം പറഞ്ഞു, അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും, കരുണ ലഭിക്കും. ഹല്ലേലൂയ. ഇനി വചനം ഹൃദയത്തിനകത്ത് സ്പർശിക്കട്ടെ. ലംഘനം മറയ്ക്കുന്നവന് ശുഭം വരികയില്ല, ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കും. ഒന്ന് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുവാൻ നിന്നെ തന്നെ ഒന്ന് സമർപ്പിച്ചോ. ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കും. ഹല്ലേലൂയ. ലംഘനം മറയ്ക്കുന്നവന് ശുഭം വരികയിൽ, ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കും. പുതിയ നിയമത്തിനകത്ത് അതേ നമുക്ക് കാണാവുന്ന ഒരു കാര്യമുണ്ട്. ഒരു പത്രോസ്, യേശുവിനെ തള്ളിപ്പറഞ്ഞ് നിൽക്കുന്ന പത്രോസ് നിൽക്കുമ്പോ ആ യേശു ഒന്ന് തിരിഞ്ഞു നോക്കി. ഹൃദയത്തിനകത്തേക്ക് യേശു തിരിഞ്ഞു നോക്കിയത് അവന്റെ മുഖത്തേക്കല്ല, അകക്കണ്ണിലേക്ക്, ഹൃദയക്കണ്ണിലേക്കൊന്നും നോക്കിയപ്പോ പൊട്ടിക്കരഞ്ഞ്, അരിമനാഥനെ ഒറ്റിക്കൊടുത്തല്ലേ എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞ് പത്രോസിനെ നോക്കിയിട്ട് ഈ വചനം, അതേ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവരോ കരുണ ലഭിക്കും.
ലഭിക്കും. ചുംബനം കൊണ്ട് ഒറ്റിക്കൊടുത്ത യൂദയ്ക്ക് അതേ അക്കൽദാമ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ തൂക്കുകയറിൽ തൂങ്ങി തല കീഴായി വീണ് വയറ് പിളർന്ന് കുടല് പുറത്തു വന്ന് ചത്തുപോയി. അവന് ശുഭം വരികയില്ല. ഈ വചനം ഹൃദയത്തിനകത്ത് സ്പർശിക്കട്ടെ. തന്റെ ലംഘനം മറച്ചു വെക്കുന്നവന് ശുഭം വരികയില്ല. ഏറ്റുപറഞ്ഞു ഉപേക്ഷിക്കുന്നതിന് കരുണ ലഭിക്കും. ഇത് ദൈവിക വാഗ്ദത്തമാണ്. ഇനി വചനം കേൾക്കുമ്പോൾ, ഈ പ്രഭാതത്തിൽ വചനം കേൾക്കുമ്പോൾ ലംഘനം മറയ്ക്കാതെ കരുണ ലഭിക്കാൻ തക്കവണ്ണം ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് ഒരുമിച്ച് എല്ലാ ഹൃദയങ്ങളും ചേർന്ന് പ്രാർത്ഥിക്കട്ടെ. സ്വർഗീയ കർത്താവേ, ഞങ്ങൾ ഈ ജനത്തെ ഒരുമിച്ച് കൃപാസനത്തിന് അടുത്തേക്ക് വരുന്നു. ഈ വചന ഹൃദയത്തിനകത്ത് സ്പർശിക്കട്ടെ. ഈ വചനം ദൈവത്തമ്പുരാനെ ജനത്തിന്റെ ഹൃദയത്തിനകത്ത് സ്പർശിക്കട്ടെ. ലംഘനം മറയ്ക്കുന്നവന് ശുഭം വരികയില്ല. മറയ്ക്കാതെ ലംഘനം ദൈവത്തിന്റെ സന്നിധിയിൽ നഗ്നവും മലർന്നതുമായി കിടക്കുന്നത് കൊണ്ട് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. ഞങ്ങളുടെ മുമ്പിൽ ദൃഷ്ടാന്തങ്ങളായി ദാവീദും പത്രോസും കർത്താവെ തിരുവചനം മുഴുവൻ നിൽക്കുമ്പോൾ കർത്താവെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുവാൻ, ഞങ്ങളെ തന്നെ ദൈവസന്നിധിയിൽ താഴ്ത്തുവാൻ ദൈവത്തിന്റെ ആത്മാവെ ശക്തി തകരുന്നതിനായി നന്ദി പറയുന്നു. അവ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നതിന് കരുണ ലഭിക്കും. കർത്താവെ ശുഭം വരാൻ, ഞങ്ങൾക്ക് ശുഭം വരാൻ, യാത്രയിൽ ശുഭം വരാൻ കർത്താവെ ലംഘനങ്ങളെ അതേ യോന അതേ തർശീശിലേക്ക് പോകുമ്പോൾ ലംഘനം മറച്ചു വെച്ചു. ആ യാത്ര ശുഭമാകാത്തതുപോലെ കർത്താവെ ശുഭം വരാൻ, അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുവാൻ, ലംഘനങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുവാൻ, കരുണ ലഭിക്കുവാൻ, അതേ തന്നെ ലംഘനങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് കരുണ ലഭിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജനത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മാവിൽ ഉറപ്പിക്കുന്നു. തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. അവിടുന്ന് പ്രാർത്ഥന കേട്ടിയാൽ സ്തോത്രം. സകല മാനവത്വം എടുക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവം കൂടി ഇരിക്കട്ടെ. നാളെ നമുക്ക് ഈ സമയത്ത് വീണ്ടും കാണാം. ഗോഡ് ബ്ലസ് യു. കർത്താവിന്റെ ചിറകിന്റെ മറവിൽ മറയാം. താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലസ് യു.